IAS തലപ്പത്ത് എന്നതുപോലെ IPS തലപ്പത്തും അഴിച്ചുപണികളുടെ കാലമാണ്. നമ്മൾ വാർത്തകളൊക്കെ അറിഞ്ഞു. വലിയ അഴിച്ചുപണി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാറ്റം എന്ന് പറയുന്നത് P. വിജയൻ IPS ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് MR അജിത് കുമാർ എന്ന കളങ്കിതനായ ഉദ്യോഗസ്ഥനായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP. ഇപ്പോൾ P. വിജയൻ IPS ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മാറും. തീർച്ചയായിട്ടും അർഹതയ്ക്കുള്ള അംഗീകാരം. കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് വ്യക്തികളെ പ്ലേസ് ചെയ്യുന്നു. രമേശ് ചെന്നിത്തലയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. കാരണം ജീവിത സമരങ്ങളോട്, ഔദ്യോഗിക സമരങ്ങളോട്, രാഷ്ട്രീയ പകപോക്കലുകളോട് എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി, ഒരു പുഞ്ചിരിയില്ലാതെ P. വിജയൻ IPSനെ ആരും കണ്ടിട്ടില്ല. നമ്മളും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. ചിരിച്ചുകൊണ്ടല്ലാതെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ആ പുഞ്ചിരിയോടുകൂടി എന്തിനേയും നേരിട്ട് സമാധാനത്തോടെ, ശാന്തതയോടെ എല്ലാത്തിനോടും പ്രതികരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതാണ് ഇദ്ദേഹത്തിന് ഉള്ള ഒരു മുഖമുദ്ര. അദ്ദേഹത്തിന് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് ഇത്. ബാല്യകാലം, കൗമാരവും ഒക്കെ തന്നെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. കല്ല് ചുമന്നിട്ടുണ്ട്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ, സമർസ് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലും പോകും, പണിക്കും പോകും, കൽപ്പണിക്കും പോകും. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതം എന്തെന്ന് അറിഞ്ഞ് പഠിച്ച് പരീക്ഷ പാസ്സായി ഇന്ത്യൻ പോലീസ് സർവീസിൽ കയറിപ്പറ്റിയ വ്യക്തിയാണ് P. വിജയൻ. അദ്ദേഹം തീർച്ചയായിട്ടും ക്രമസമാധാന ചുമതല വഹിക്കാൻ യോഗ്യൻ തന്നെയാണ്. പോലീസിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായിട്ടാണ് ഇത് കാണേണ്ടത്. കോഴിക്കോട് സ്വദേശി 99 ബാച്ച് IPS ഉദ്യോഗസ്ഥൻ. വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് അർഹമായ പദവി കൈവന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കഠിന പ്രയത്നം കൊണ്ട് വിജയത്തിന്റെ പടവുകൾ കയറിയ വ്യക്തിയാണ് P. വിജയൻ. പഠിക്കുന്ന കാലത്ത് കുടുംബം പുലർത്താൻ കെട്ടിടം പണിക്ക് പോകേണ്ടി വന്നു. കഠിനമായ ബാല്യം. കൂട്ടുകാർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം 10ൽ പഠിപ്പ് നിർത്തി കോഴിക്കോട്ടെ പുത്തൂർ മഠം എന്ന ഗ്രാമത്തിൽ കല്ലുചെത്തി ചുമരുകെട്ടാൻ ഇറങ്ങിയ ആ ബാലൻ പിന്നീട് ചരിത്രം തിരുത്തി കുറിക്കുകയായിരുന്നു. കല്ലും മണ്ണും ചുമന്ന ആ കൈകളിൽ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുണ്ടായിരുന്നു. മനസ്സിന്റെ ആ നന്മയും സത്യസന്ധതയും പിന്നീട് അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസ് എന്ന പദവിയിലേക്ക് എത്തിച്ചു. കേരള പോലീസിന്റെ മുഖച്ഛായ മാറ്റിയ നിരവധി വിപ്ലവകരമായ പദ്ധതികളുടെ അമരക്കാരനായിരുന്നു അദ്ദേഹം. അതുതന്നെയായിരുന്നു അദ്ദേഹത്തോട് പലർക്കും വിരോധം, പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർക്ക് വിരോധമുണ്ടായത്. കാരണം പോലീസാണ്. പോലീസ് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഇടപെടൽ തന്നെയാണ്. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തുന്നതിനായി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് ഇദ്ദേഹമാണ്. ഇന്നും ധാരാളം പേർ ഈ പരിപാടി, ധാരാളം കുട്ടികൾ ഈ SPCയുടെ ഭാഗമാണ്. ക്യാമ്പസുകളിലെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഇല്ലാതാക്കാനും യുവതലമുറയെ പോലീസിനോട് അടുപ്പിക്കാനും ഈ പദ്ധതിക്ക് സാധിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടപ്പിലാക്കിയ പുണ്യം പൂങ്കാവനം പദ്ധതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ശബരിമലയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യാനും അയ്യപ്പ ഭക്തരിൽ ശുചിത്വബോധം ലക്ഷ്യമിട്ട ഈ പദ്ധതി അത് പകുതിക്ക് നിന്നുപോയി, പിന്നീട് തുടങ്ങി. അങ്ങനെ എന്നാലും അതിന് ഒരു വലിയ ഒരു അംഗീകാരം ആ പദ്ധതിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ പ്രശസ്തിയുടെ കൊടുമുടികൾ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചുമതലകൾ വരുന്നത്. കോഴിക്കോട് എലത്തൂരിലെ ആന്റി ടെറർ സ്ക്വാഡിന്റെ ചുമതലയുണ്ടായിരുന്ന വിജയൻ അന്ന് കേസിലെ പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം. ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും കെട്ടിച്ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കഥകൾ ധാരാളമുണ്ട്, വലുതും ചെറുതുമായ കഥകൾ. എന്തായാലും പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി നടക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പദവികളും തസ്തികകളും ഒക്കെ തന്നെ മാറുമ്പോൾ അർഹമായ ഒരു പദവി P. വിജയൻ IPSന് കിട്ടി എന്ന് തീർച്ചയായിട്ടും നമുക്ക് കരുതാം. ആ രീതിയിൽ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ശ്രീ P. വിജയൻ IPSനെ നിയമിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തീരുമാനിച്ചത് തികച്ചും ശ്ലാഘനീയമായ, അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല.